ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിനിസ്ലിttleworld. ഇന്ന് നമ്മൾ എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. നോക്കിക്കേ, ഇത് പെരിഞ്ജീരകമാണ്. നല്ല ഭംഗിയായിട്ട് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ കറി ലീവ്സ് ഞാൻ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ്. പ്രൂൺ ചെയ്ത് നിർത്തിയത് ഇപ്പോൾ ഭംഗിയായിട്ട് മുള പൊട്ടിയിട്ടുണ്ട്. ഇത് സമ്മറിൽ മാത്രമേ വീടിന് പുറത്ത് വെക്കുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ വീടിനുള്ളിലേക്ക് ഇത് മാറ്റാറുണ്ട്. അപ്പോൾ വീടിന് പുറത്ത് നമ്മൾ സമ്മറിൽ ഇറക്കുമ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ഇലയും വെട്ടി നിർത്തി പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടാണ് നമ്മൾ ഇതിനെ പുറത്തിറക്കുന്നത്. ഇതിൻ്റെ വളം ഞാൻ മുട്ടയുടെ തോട് നന്നായിട്ട് പൊടിച്ച് ഞാൻ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളമാണ് ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൊടുക്കും കേട്ടോ. കഞ്ഞിവെള്ളം നമ്മൾ ചോറ് വെക്കണ കഞ്ഞിയുടെ വെള്ളം എടുത്തിട്ട് നമ്മളത് പുളിക്കാനായിട്ട് വെക്കും. പിറ്റേ ദിവസം അത് നന്നായിട്ട് പുളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചുവട്ടിൽ നമുക്ക് 3-4 കിഴുത്ത കഴിച്ചിട്ട് അതിനകത്തേക്ക് ഞാൻ മഗ്ഗിൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കും. പുളിയുള്ള കഞ്ഞിവെള്ളമാണ്. പിന്നെ നമുക്ക് പച്ചക്കറിക്ക് പരാഗണം നടത്താനായിട്ട് ഇവിടെ കുറച്ച് സൺഫ്ലവർ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ മെയിനായിട്ട് പച്ചക്കറി നടുന്നത് പാവലും പയറും ചീരകവുമാണ്. ഇപ്പോൾ പാവൽ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നുണ്ടല്ലോ ഫിഷ് നെറ്റാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫിഷ് നെറ്റാണ് നമ്മൾ പച്ചക്കറിക്ക് വേണ്ടിയിട്ട് പാവലിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പാവൽ പൂത്തു മുകളിൽ കണ്ടല്ലേ, ഇതിൻ്റെ മുകളിലേക്ക് പടർന്നു കയറിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ബലത്തിന് വേണ്ടിയിട്ട് പിന്നെ അതിനടിയിൽ നമ്മൾ കയർ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പരാഗണം നടക്കാനായിട്ട് നമ്മൾ ഇതിനടുത്ത് കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. പൂക്കൾ, ചിത്രശലഭങ്ങളൊക്കെ വരാറുണ്ട്. അതുപോലെ ആ സൈഡിലും അതേമാതിരി ഈ സൈഡിലും ഞാൻ സൺഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളത് തക്കാളിയും വെണ്ട ഒരെണ്ണിട്ടിട്ടുള്ളൂ. പിന്നെ ചീരയുണ്ട് കേട്ടോ. ചീര ധാരാളമുണ്ട്. കഴിഞ്ഞ 2 ദിവസം നല്ല മഴയായിരുന്നതുകൊണ്ട് ചീരകളെല്ലാം നല്ല ഭംഗിയായിട്ട് കിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചീരയൊക്കെ നമ്മൾ ഈ ആഴ്ച തന്നെ ചീരകളെല്ലാം ഇവിടുന്ന് പോകും. അതിനുശേഷം നമുക്ക് ഈ നടുക്കത്തെ പാത്ത് ഫ്രീ ആകത്തുള്ളൂ. അപ്പോൾ ഈ പൂക്കൾ ഞാൻ നടുന്നത് ഉദ്ദേശം ചിത്രശലഭം വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ധാരാളം ചിത്രശലഭമുണ്ട്. അതുപോലെ തന്നെ അതെൻ്റെ മുന്തിരി യാർഡാണ്. ധാരാളം മുന്തിരിങ്ങ ഉണ്ട്. ഇപ്രാവശ്യം പഴുക്കാറായില്ല അല്ലേ. നമ്മൾ പാവലിന് ഇട്ടിരിക്കുന്നത് ഫിഷ് നെറ്റാണ്. അപ്പോൾ പാവൽ പൂത്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല പൂക്കളൊക്കെ എത്തിയിട്ടുണ്ട് ഇതല്ലേ. 2 ആഴ്ച കൊണ്ട് ഇനിയിപ്പം ഇതിൽ കായെല്ലാം വീഴും. നല്ല അടുപ്പിച്ച് 2 നല്ല മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാവൽ നല്ല ഭംഗിയായിട്ട് മുകളിലോട്ടുണ്ട്. ഇതിന് ഞാൻ വളം കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് കട്ട് ചെയ്യുന്ന പുല്ല് നമ്മളിതിന് വരമ്പ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഓക്കെ, 2 ദിവസത്തെ നല്ല മഴയ്ക്ക് ഞാൻ ഈ യാർഡിലോട്ട് ഇറങ്ങിയില്ല. അപ്പോഴത്തേക്ക് ചീരയൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പാവൽ മുകളിൽ കയറി. നമ്മൾ പറഞ്ഞല്ലേ ഫിഷ് നെറ്റാണ് യൂസ് ചെയ്യണത്. നാട്ടിൽ നിന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഫിഷ് നെറ്റാണ് ഇതിൻ്റെ മുകളിലിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് കയർ അധികം കെട്ടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അല്പം കയർ കെട്ടിക്കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. ഇത് അടുത്ത വർഷം നമുക്ക് മാറ്റിയിട്ട് കമ്പി കൊണ്ടിടണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാവൽ പൂത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വർഷത്തെ ഗാർഡനിങ്. ചീര നമ്മൾ നാളെയായിട്ട് ഈ ചീരകൾ മുഴുവൻ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റും. അതിനുശേഷം നമുക്ക് നടുക്കത്തെ പാത്ത് ക്ലിയർ ആകുള്ളൂ. തക്കാളിക്കുണ്ട് കേട്ടോ. തക്കാളിക്കെല്ലാം പൂത്തു. അങ്ങനെ കായ ഓൾറെഡി വന്നിട്ടുണ്ടോ. ഇത് നമ്മുടെ ചെറി ടൊമാറ്റോയാണ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ചീര, പിന്നെ സൺഫ്ലവർ, ജീരകം, നമ്മുടെ കറിയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വെജിറ്റബിൾ ഗാർഡൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഗിവ് മി ദ വാല്യുബിൾ കമൻറ്റ്സ്. അപ്പോൾ അടുത്ത ഗാർഡൻ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദി. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.